ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ബി.ജെ.പിയുടെ നേതാക്കൾക്ക് അറിയാൻ പാടില്ലേ? അല്ലെങ്കിൽ ഇവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലേ? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ബി.ജെ.പിയുടെ നേതാക്കൾ ചെയ്ത പ്രവർത്തികൾ തന്നെയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ദേശീയ പതാക തല തിരിച്ചു പിടിച്ചു. വിശദീകരണം ചോദിച്ചപ്പോൾ കയർ കുരുങ്ങിയതാണെന്നാണ് മറുപടി. ഇത്തരത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ അബദ്ധം പറ്റിയിരിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് മാത്രമല്ല, ബി.ജെ.പിയുടെ വാർഡ് കൗൺസിലർ വരെ സ്വാതന്ത്ര്യ ദിനത്തിൽ അമളി പിണഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലറായ ആശാനാഥാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടിലാണ് ബി.ജെ.പിയുടെ കൗൺസിലറായ ആശാനാഥിനെ കുടുക്കിയിരിക്കുന്നത്. സൈനികന്റെ യൂണിഫോം അണിഞ്ഞുള്ള ചിത്രമാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ കൗൺസിലർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. സൈനികനായ സഹോദരന്റെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നതെന്ന് ആശ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ സൈനികരുടെ യൂണിഫോം മറ്റുള്ളവർ ധരിക്കുന്നത് നിയമവിരുദ്ധവും പ്രോട്ടോകോൾ ലംഘനവുമാണ്. സൈനികരല്ലാത്തവർ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നതിനെതിരെ 2016 2020 കരസേന ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ബന്ധുക്കൾക്കും ബാധകമാണെന്ന് ആ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സംഭവം വിവാദമായതോടെ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആശാനാഥ് ഈ ചിത്രം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ കൗൺസിലർ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ആശാനാഥ്. എന്തായാലും സംഭവം വിവാദമായതോടെ വലിയ ചോദ്യങ്ങളാണ് സമൂഹത്തിൽ നിന്നുയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച നേതാവാണ് ആശാനാഥ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ബി.ജെ.പി ഒരു നേതാവിനെ ഇറക്കുമ്പോൾ സ്വാഭാവികമായും അത് ബി.ജെ.പിയുടെ ഒരു സുപ്രധാന നേതാവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയ മത്സരങ്ങളിൽ ബി.ജെ.പി മത്സരിപ്പിക്കില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു നേതാവിന് രാജ്യത്തിന്റെ നിയമങ്ങളെ പറ്റിയും പ്രോട്ടോകോളുകളെ പറ്റിയും പഠിപ്പിക്കാൻ ആ പാർട്ടിയിൽ ആരുമില്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായ ആശാനാഥ് ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഒരിക്കലും ഒരു ജനപ്രതിനിധിയുടെ പക്കൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി നല്ലതല്ലെന്നും സംഭവം വിവാദമായതോടെ ചിലർ ആശാനാഥിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ആശാനാഥിനെതിരെ ഇതുവരെ നടപടി എടുത്തതായി റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം ദേശീയ പതാക തലതിരിച്ചുയർത്താൻ ശ്രമിച്ച സംഭവത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. കെ സുരേന്ദ്രനെ കൂടാതെ കണ്ടാലറിയുന്ന ചിലർക്കെതിരെയും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് കെ സുരേന്ദ്രൻ പതാക തലതിരിച്ചു പിടിച്ചത്. പിന്നീട് തിരികെ ഇറക്കി ശരിയായ രീതിയിൽ ഉയർത്തുകയായിരുന്നു. പതാക ഉയർത്തിയപ്പോൾ കയർ കുരുങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് ബി.ജെ.പി ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. തലതിരിഞ്ഞ പതാക ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ബി.ജെ.പി ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ പതാകയെ അപമാനിച്ചെന്ന് കാട്ടി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നേരത്തെ പോലീസ് പരിശോധിച്ചിരുന്നു. ഇത്തരത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് വലിയൊരു അമളി പറ്റിയതിന് പിന്നാലെയാണ് ബി.ജെ.പിയുടെ കൗൺസിലറും സമാന സംഭവത്തിൽ തന്നെ കുരുങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.